റിൻസ്റ്റക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മുമ്പിലൊരു സാംസങ്ങിൻ്റെ ഒരു ഫുൾ ഡെഡ് വാഷിംഗ് മെഷീൻ കിട്ടിയിട്ടുണ്ട്. ഇത് കമ്പനിക്കാർ നോക്കിയിട്ട് ഒരു ബോർഡ് മാറ്റണം എന്ന് പറഞ്ഞാണ്. അപ്പം നമുക്കൊന്ന് ഇതിനെ ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് ഫുള്ള് സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ കളസുകളൊന്നും വർക്കില്ല, ഒരു ഇൻഡിക്കേഷനും ഇല്ല, എറർ ഒന്നും കാണിക്കുന്നില്ല വാഷിംഗ് മെഷീനിൽ. അപ്പം ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ കോഡ് വെയർ മുതൽ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്ന മെയിൻസ് കണക്ടർ വരെ നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്ററിൻ്റെ കണ്ടിന്യൂറ്റി, അപ്പം ഒരു ഫേസ് ലൈനിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടിയിട്ടുണ്ട്, ന്യൂട്രൽ ലൈനിൻ്റെ കണ്ടിന്യൂറ്റിയും കിട്ടിയിട്ടുണ്ട്. അപ്പം കോഡ് വെയർ ഓക്കെ ആണ് ഇതിൽ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻസറുകൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതാണ് മദർ ബോർഡിലേക്ക് കണക്ഷൻ പോകുന്ന കണക്ടർ. ഇതും മദർ ബോർഡും തമ്മിലുള്ള കണ്ടിന്യൂറ്റി നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. അതിന് മുമ്പ് നമുക്കിതിൻ്റെ മദർ ബോർഡിന് വരുന്ന ആ ഭാഗം ഒന്ന് അഴിച്ചു നോക്കാം. മദർ ബോർഡ് അഴിച്ച് പുറത്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ബ്ലാസ്റ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ മദർ ബോർഡ്. ഇതിൽ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ബ്ലാസ്റ്റിംഗ് ഒന്നും കാണുന്നില്ല. അപ്പം നമുക്ക് മദർ ബോർഡിൽ നിന്ന് ഫേസ് ഇൻകമ്മിങ് വരുന്ന പോർട്ട് രണ്ടും അഴിച്ചു മാറ്റിയിട്ട് പിന്നെ ഫേസും ന്യൂട്രലും തമ്മിൽ ഇതിൻ്റെ ഉള്ളിൽ ഇന്ത്യയിലുള്ളൊരു വയറിങ് വരുന്നുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കാം. പുറത്തുനിന്ന് കോഡ് വെയർ വന്ന് ആ ഒരു സോക്കറ്റിലേക്കാണ് അത് കയറുന്നത് പുറത്തുനിന്ന്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ചിലപ്പം ഫേസിൻ്റെ കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് മൾട്ടിമീറ്റർ നോക്കിയാൽ കാണാം. ഫേസിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബസർ. അടുത്ത ന്യൂട്രലിൻ്റെ കണ്ടിന്യൂറ്റി നോക്കി നോക്കാം. നമുക്ക് ബസർ അതിൽ മൾട്ടിമീറ്റർ നോക്കിയാൽ കാണാം, ന്യൂട്രലിൻ്റെ കണ്ടിന്യൂറ്റിയും ബസർ കാണിക്കുന്നുണ്ട്, റീഡിങ് കാണിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കോഡ് വെയർ കറക്റ്റാണ്. ഇനി നമുക്കിത് അഴിച്ചിട്ട് ഈ പോർട്ടിനെ തിരിച്ച് ഇതിലേക്ക് തന്നെ കണക്ട് ചെയ്യാം. ന്യൂട്രലിൻ്റെ പോയിൻറ്റിലും ഫേസിൻ്റെ പോയിൻറ്റിലുമായിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് കോഡ് വെയർ ഇവിടെ ഒരു 230 അല്ലെങ്കിൽ 220 വോൾട്ട് കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. മൾട്ടിമീറ്ററിൻ്റെ പ്രോബുകൾ കറക്റ്റ് ആ പൊളാരിറ്റി തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫേസിൽ ന്യൂട്രലായിട്ട് തന്നെ കറക്റ്റ് കൊടുത്തിടാം. എന്നിട്ട് മൾട്ടിമീറ്റർ AC വോൾട്ട് പൊളാരിറ്റിയിലേക്ക് ഇടുക. ഇനി ഇതിലേക്ക് ഈ പോർട്ടിൽ എത്ര വോൾട്ട് വരുന്നുണ്ട് നോക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡിസ്കണക്ട് ചെയ്ത ആ ഒരു കണക്ടറിലേക്ക് മെയിൻസ് ഇൻകമ്മിങ് കോഡിൻ്റെ കണക്ഷൻ കൊടുത്തിടാനുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ജോയിൻ്റ് ചെയ്തിടാം. ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പ്ലഗ് ഇൻ ചെയ്തിട്ട് ഓണാക്കി നോക്കാം. അതിൽ 230 വോൾട്ട് നമുക്ക് എന്തെങ്കിലും വോൾട്ട് അവിടം വരെ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കി നോക്കാം. മൾട്ടിമീറ്ററിൽ 221 വോൾട്ട്, 290 വോൾട്ട്. കോഡ് വെയറോ അല്ലെങ്കിൽ അതിൽ ഇൻറ്റേർണലായിട്ട് വരുന്ന വയറിങ്ങോ കംപ്ലൈൻ്റ് ഇല്ലാന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കിതിൻ്റെ ഈ ബോർഡിൽ മദർ ബോർഡിൽ വരുന്ന കൾസറുകളുണ്ട്, അതൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓഫാക്കി ഓണാക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. സ്റ്റാൻഡ് ബൈ ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ടോ നമുക്ക് നോക്കി നോക്കാം. സ്റ്റാൻഡ് ബൈ സ്വിച്ച് ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ഒരു ഇൻഡിക്കേഷൻ നമുക്കതിൽ കിട്ടുന്നില്ല. നമുക്ക് ഈ ബോർഡിനെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഒന്ന് ട്രേസ് ചെയ്ത് നോക്കാം. എന്തായിരിക്കും ബോർഡിൻ്റെ ഒരു പ്രൈമറി സെക്ഷനാണ് കംപ്ലയിൻറ്റ്. കാരണം ഇൻപുട്ട് AC വോൾട്ടേജ് എത്തുന്നുണ്ട്, അതിൻ്റെ DC സെക്ഷനിലും വർക്ക് ചെയ്യില്ല. SM ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് വരെ എത്തുന്നില്ല.
സാർ, അപ്പോൾ നമ്മുടെ ബോർഡ് ഇതാണ്. ഇതിൽ ഞാൻ ട്രേസ് ചെയ്തിട്ടുണ്ട് ഇത് കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത്. അപ്പം ഈ ബോർഡെന്ന് വെച്ചാൽ ഇത് കമ്പനി അവരെ വിളിച്ച് എന്ന് പറഞ്ഞത് ബോർഡ് മൊത്തം ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ബോർഡിന് 3250 രൂപ എൻ്റെ അടുത്ത് വിലയുണ്ട്. അപ്പോൾ നമുക്കിതിലുള്ള മെച്ചം എന്ന് വെച്ചാൽ 10 രൂപ മുടക്കി 3250 രൂപ നമ്മൾ ലാഭം നേടി. അത് എങ്ങനെയെന്ന് ഈ വീഡിയോ മൊത്തമായിട്ടിരുന്ന് കാണുക, അപ്പോൾ മനസ്സിലാവും. നമുക്കിത് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇത് ഓൺ ആവുന്നില്ല, ഡെഡ് ആയിരുന്നല്ലോ. അപ്പം ഇതിൽ മെയിൻ ലൈൻ വരുന്നത് ഈ 2 പോർട്ടിലൂടെയാണ് മെയിൻ ലൈൻ വരുന്നത്. നമ്മുടെ AC കേബിളിൻ്റെ ഒരു പറ്റം ഇതാണ്. ബാക്കിയുള്ളതിനെ നമ്മളിങ്ങനെ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കിറ്റിന്. ഇതാണ് ബാക്കി എൻ്റെ വയറിംഗ് കിറ്റുകൾ. നമ്മളിങ്ങനെ അസംബിൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൻ്റെ ഈ ഒരു ഭാഗം മാത്രമാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം ഇതിൽ AC കോഡിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗം ഇതാണ്. AC കോഡ് വന്ന് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ബോർഡിലേക്ക് PCBയിലേക്ക് കയറുന്ന ഭാഗം അത് നമ്മൾ ഈ ബോർഡായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ കണക്ഷനും ഇവിടെ നമുക്ക് മെയിൻസ് ഇൻകമ്മിങ് മെയിൻസ് ഇതിൽ വരുന്നുണ്ടായിരുന്നു. ഇവിടം വരെ നമുക്ക് 230 വോൾട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഈ ഒരു സെക്ഷൻ, ഈ ഒരു പ്രൈമറി സെക്ഷൻ ഇതിലേക്കാണ് നമുക്ക് ഈ SM ട്രാൻസ്ഫോമറിൻ്റെ ഇവിടം വരെ കറണ്ട് എത്താതിരുന്നത്. അപ്പോൾ അതിനുള്ള കാരണം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രേസ് ചെയ്ത രീതി എന്ന് പറഞ്ഞുതരാം. ഇതിൽ ചുരുക്കത്തിൽ ഈ NTC ആണ് പോയിരിക്കുന്നത്. ഓക്കെ, ഈ NTC പോയി ന്യൂട്രൽ കട്ടാവുകയാണ് ഈ ബോർഡിൽ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞുതരാം. അപ്പം ഈ ഒരു ബ്രിഡ്ജിലേക്കാണ് നമ്മുടെ AC ഇന്ന് വരുന്നത്. ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ബ്രിഡ്ജിൽ AC കയറാനുള്ള ഇൻപുട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഫേസ് ഒരു ന്യൂട്രലായിട്ടാണ് ഇതിൽ കയറുന്നത്. ബ്രിഡ്ജ് ഡയോഡിൻ്റെ ഇൻപുട്ടിൽ ഇന്ന് AC പ്ലസ് മൈനസ് DC പ്ലസ് മൈനസ് ഔട്ട്പുട്ട് വരുന്നു. നമുക്കൊന്ന് ട്രേസ് ചെയ്യാം. അപ്പം ഇതിൽ ഫേസ് നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് കിട്ടിയിരുന്നു. ഫേസിൻ്റെ പ്രോബ് ഞാൻ ഇവിടെ വെക്കുകയാണ്. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഫേസിന് നിങ്ങൾക്ക് ബസറിൻ്റെ സൗണ്ട് കേൾക്കാം. ഫേസ് നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഈ പ്രോബിനെ ന്യൂട്രലിലേക്ക് മാറ്റാം. ന്യൂട്രൽ നമുക്ക് കട്ടാണ് NTC. ഈ NTCയിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട് കേട്ടോ. ഈ ക്രാക്ക് കണ്ടപ്പോൾ നമുക്ക് കറക്റ്റായത് NTC പോയിട്ടുണ്ടാവുന്നു. എന്നാലും ഒന്നും കൂടെ വ്യക്തമാകാൻ വേണ്ടിയിട്ട് NTC ചെക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ കണ്ടിന്യൂറ്റി വരേണ്ടത് ഇവിടെ നിന്നും ഈ NTCൻ്റെ ഈ ഒരു കാലിലേക്കും NTCൻ്റെ ഇപ്പുറത്തേക്കും ഇവിടെ വരെ എത്തണ കണ്ടിന്യൂറ്റി. അത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. NTCൻ്റെ ഒരു കാലിൽ കണ്ടിന്യൂറ്റി കിട്ടി, അടുത്ത കാലിൽ കണ്ടിന്യൂറ്റി ഇല്ല. ഇവിടെ നിന്ന് ഇവിടം വരെ NTCൻ്റെ ഇൻപുട്ട് വരെ കണ്ടിന്യൂറ്റി ഉണ്ട് ന്യൂട്രൽ വരുന്നത്. അപ്പം ഈ NTC ശരിക്കും പറഞ്ഞാൽ ഹീറ്റായിട്ട് പോയതാണിത്. ഈ NTC മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡിനെ ഓണാക്കാൻ പറ്റും. ഈ NTC ഓൾറെഡി ഇത് ഒട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിക്കാർ അത് വന്ന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നില്ലേ, പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ
അവർ വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അവരോട് ബോർഡ് മാറ്റണമെന്നാണ്. നമുക്ക് NTCക്ക് 10 രൂപയെ ചിലവുള്ളൂ. അതാണ് ഞാൻ ഇതിൻ്റെ തമ്പനെയിലിൽ 10 രൂപ ചിലവാക്കി 3250 രൂപ ലാഭം നേടിയെന്നൊരു ക്യാപ്ഷൻ കൊടുത്തത്. അപ്പോൾ ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പൊട്ടിയ NTC കേട്ടോ. ഇതും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മറ്റൊരു NTC നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ മോഡിൽ തന്നെ ഇട്ടിട്ട് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. എന്നിട്ട് ക്രൂഗം ഇടാനേ പറ്റുള്ളൂ ഈ ബോർഡ്. ഇതിലേക്ക് NTC വേറൊരെണ്ണം ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടിന്യൂറ്റി ഒന്ന് നോക്കി നോക്കാം. ആദ്യം കട്ടായ പ്രിൻ്റ് നമുക്ക് നോക്കാം. കട്ടായ ന്യൂട്രൽ കട്ടായില്ലേ, അത് ഇവിടെ കണ്ടിന്യൂറ്റി കിട്ടുമെന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ കണ്ടിന്യൂറ്റി ഇതിൽ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ന്യൂട്രൽ ഈ ബ്രിഡ്ജിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് AC. ഇനി അതിൻ്റെ ഫേസും ബ്രിഡ്ജിൽ ഷോർട്ടൊന്നും വേറെ കാണിക്കുന്നില്ല. കോഡ് വെയർ മുതൽ നമ്മളിത് ചെക്ക് ചെയ്യണം. കോഡ് വെയർ മുതൽ ഇങ്ങോട്ട് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഫേസ് കിട്ടി, ഫേസിൻ്റെ കണ്ടിന്യൂറ്റിയോടെ കിട്ടി. ന്യൂട്രൽ കിട്ടി, ന്യൂട്രലിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടി. നമുക്ക് ബോർഡ് ഒന്ന് ഓണാക്കി വെക്കാം. ബോർഡ് ഓണാക്കാൻ നമ്മൾ സോൾഡറിങ് ചെയ്തതിൽ എന്തെങ്കിലും ലെഡ് അങ്ങോട്ടും ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടോയെന്ന് കറക്റ്റ് നോക്കാം. ഒന്ന് ഓണാക്കാം. അപ്പോൾ നമ്മുടെ ബോർഡ് റെഡി ആയിട്ടുണ്ട്.